വിജയ് നായകനായ ജനനായകൻ സിനിമയുടെ റിലീസ് വൈകും. ചിത്രം വീണ്ടും പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കി. പ്രദർശനം തടയണമെന്ന ദുരുദ്ദേശം സെൻസർ ബോർഡിനില്ലെന്നും വ്യക്തമാക്കി. തമിഴ് സൂപ്പർ താരവും തമിഴക വെട്രികഴകം നേതാവുമായ വിജയുടെ കരിയറിലെ അവസാന ചിത്രമായാണ് ജനനായകൻ അണിയറയിൽ റിലീസിനായി തയ്യാറെടുക്കുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതുവരെ 35 കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം 1 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. എന്നാൽ വിജയ് ആരാധകർക്ക് നേരിയ നിരാശയാക്കിക്കൊണ്ടാണ് ജനനായകൻ സിനിമയുടെ റിലീസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. നിലവിൽ 27 കട്ടുകളോടുകൂടിയാണ് സെൻസർ ബോർഡ് US സർട്ടിഫിക്കറ്റിനായി ഡിസംബർ 22-ന് ശുപാർശ നൽകിയിരിക്കുന്നത്. പിന്നീട് തുടർ പരിശോധനകൾക്കായി സെൻസർ ബോർഡ് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. സിനിമ വീണ്ടും പരിശോധിക്കാൻ അധികാരമുണ്ടെന്നും സൈന്യവുമായി ബന്ധപ്പെട്ട രംഗങ്ങളാണ് തുടർ പരിശോധനയ്ക്ക് കാരണമെന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചു. സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള ചിഹ്നങ്ങൾ ചില രംഗങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതുൾപ്പെടെ കാര്യങ്ങളിൽ പ്രതിരോധ വിദഗ്ധരടങ്ങുന്ന ഒരു സമിതി പരിശോധിക്കേണ്ടതാണെന്നും എന്നാൽ മാത്രമേ അനുമതി നൽകാനാകുകയുള്ളൂ എന്നും സെൻസർ ബോർഡ് കോടതിയിൽ അറിയിച്ചു. എന്നാൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച രംഗങ്ങൾ നീക്കം ചെയ്തെന്നും സെൻസർ ബോർഡ് അംഗം ഉന്നയിച്ച പരാതി നിലനിൽക്കില്ലെന്നും നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് കോടതിയെ അറിയിച്ചു. വിശദമായ വാദത്തിന് ശേഷം ഹർജി മദ്രാസ് ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ജനുവരി 9-ന് വിധിയുണ്ടാകുമെന്നാണ് സൂചന. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം.